ആക്ഷൻ ഹീറോ ബിജു എന്ന നിവിൻ പോളി ചിത്രത്തിന്റെ റിവ്യൂ വിഭാഗത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരുപക്ഷെ കേരളത്തിലെ സിനിമാ പ്രേമികളെല്ലാം വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ചിത്രമായിരുന്നു നിവിൻ പോളിയുടെ ആക്ഷൻ ഹീറോ ബിജു. ചിത്രം ഈ വ്യാഴാഴ്ച തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ചിത്രത്തിന്റെ റിവ്യൂ ആണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ചിത്രത്തെക്കുറിച്ച് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ചിത്രം കലക്കിയിട്ടുണ്ട്. ചിത്രം റിലീസ് ചെയ്ത എല്ലാ തിയേറ്ററുകളിലും തന്നെ ഇന്നത്തെ ഈ ഷോ മൊത്തം ഹൗസ്ഫുൾ ആയിരുന്നു. ഞങ്ങൾ പോയ ഷോയും വളരെ ഹൗസ്ഫുൾ ആയിരുന്നു. ടിക്കറ്റൊക്കെ കിട്ടിയത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവനൊക്കെ ചാടി കയറി പോകുന്നുണ്ടെങ്കിൽ എനിക്ക് സഹിച്ചില്ല. എന്റെ പൊന്നോ, നീക്ക് എന്നെ ഓട്ടോ ഓടിയേ ബെന്നെ എന്നോടാ. അത് പിന്നെ ഒരു നിവിൻ പോളി ചിത്രമാകുമ്പോ നമ്മള് ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് ലാലേട്ടൻ പടത്തിന് പോകുന്നതിലൊക്കെ തന്നെ പോകണ്ടേ? അങ്ങനെയൊക്കെ പോകണം, എന്നാലും നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഭയങ്കര സ്പീഡിൽ ഓടിയത്. എന്തായാലും ടിക്കറ്റ് കിട്ടാൻ വേണ്ടി വളരെ സ്പീഡിലൊക്കെ ഓടിയതും പിന്നെ കുറെ നേരം കാത്തിരുന്നതും അതിന്റെ എല്ലാം വിഷമവും നല്ല വേർപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ AC കകത്ത് കയറി ഇരുന്നിട്ട് പടം കണ്ട് തുടങ്ങിയപ്പം ആ വിഷമമൊക്കെ തീർന്നു. ചിത്രം ഒറ്റ ലൈനിൽ പറയുകയാണെങ്കിൽ ചിത്രം വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു പോലീസുകാരൻ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ചിത്രത്തില് പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ തൊട്ട് പ്രേക്ഷകർക്കിടയിൽ ആരാധകർക്കിടയിലും ഭയങ്കര ചർച്ചയായിരുന്നു. ചിത്രം ഒരു മസാല അടിപൊളി തീപ്പൊരി ഡയലോഗുള്ള ഒരു അടിപൊളി പടമായിരിക്കുമെന്നായിരുന്നു. പക്ഷെ ഇവയെല്ലാം മിതമായ രീതിയിൽ ഉൾപ്പെടുത്തിയ ഒരു സാമൂഹ്യ പ്രാധാന്യമുള്ളൊരു വിഷയം കൈകാര്യം ചെയ്യുന്ന ചിത്രമാണ് നിവിൻ പോളി നായകനാവുന്ന ആക്ഷൻ ഹീറോ ബിജു എന്നതാണ് സത്യാവസ്ഥ. ചിത്രത്തിന്റെ ലൈൻ തന്നെ ഒരു സീരിയസ് ആയ ലൈനൊന്നുമല്ല. നമ്മൾ ട്രെയിലറിൽ കണ്ടു പറഞ്ഞ പോലെ തന്നെ കോമഡി രൂപേണയാണ് ചിത്രത്തിലെ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നല്ല സീരിയസ് ആയ കാര്യങ്ങളൊക്കെ അവതരിച്ചു പോകുന്ന മൊത്തം കോമഡി രൂപേണയാണ്. സാധാരണ ഒരു പോലീസുകാരന്റെ ജീവിതം തന്നെയാണ് ചിത്രം പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഈ കേരള പോലീസിനെയൊക്കെ കൂടുതൽ അവരുടെ എൻകറേജ് ചെയ്യാനായിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ മനോഹരമാണ്. വളരെ ശക്തമായ സാമൂഹ്യ സന്ദേശങ്ങളും മറ്റൊക്കെ ചിത്രത്തിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് സംവിധായകൻ നിവിൻ പോളിയിലൂടെ. അതിലിപ്പോ എന്റെ മനസ്സിൽ ഏറ്റവും തെരഞ്ഞത് ഇങ്ങനെ ഒരു സാമൂഹ്യ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയില് ഒരു അമ്മയും മകനും അവിടെ കായലിൽ ചാടിയപ്പോ രക്ഷിക്കാനായിട്ട് ചാടിയ നാവിക മരിക്കുകയുണ്ടായിരുന്നു. അതെല്ലാം ചിത്രത്തിലൂടെ ഒരു മാല പോലെ ഇങ്ങനെ മറിഞ്ഞു നല്ല ഒരു അടിയിലൂടെ തന്നെയാണ് നിവിൻ പോളിയുടെ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത്. രംഗമൊക്കെ അങ്ങനെ കോൾമയർ കൊള്ളിക്കുകയായിരുന്നു. ആരാധകരൊക്കെ എഴുന്നേറ്റ് കൈയടിക്കുക, ബഹളം വെക്കുക, എന്താ അടിപൊളിയായിരുന്നല്ലോ. ആ അടിപൊളിയായി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കറിയാം നിവിൻ പോളി നമ്മൾ അഭിനയ ചിത്രത്തിലൂടെ എല്ലാം നമ്മളെ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. നിവിൻ പോളി ഒരു ഇടത് കൈ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന്. ചിത്രത്തിലെ നിവിൻ പോളി ആക്ഷൻസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇടം കൈ കൊണ്ടാണ്. അതൊരു പ്രത്യേകത തന്നെയാണ് ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ. നിവിൻ പോളിയുടെ മീശ വിരിച്ചുകൊണ്ടുള്ള ഡയലോഗുകൾ എല്ലാം തിയേറ്ററിൽ വളരെ വളരെ ആരവം സൃഷ്ടിക്കുന്ന സീനുകളായിട്ട് മാറിയിട്ടുണ്ട് ചിത്രത്തില്. ഒരു പോലീസുകാരൻ ദിവസം കടന്നു പോകേണ്ട സാഹചര്യങ്ങളെല്ലാം ചിത്രത്തിൽ നല്ല മനോഹരമായ കോമഡി ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ ഹെൽമെറ്റ് അല്ലെങ്കിൽ മോഷണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തോ ചിത്രത്തിൽ സുരാജ് നല്ല സൂപ്പറായിട്ട് നല്ല കോമഡി കൈകാര്യം ചെയ്തിരിക്കുന്നുണ്ട്. ഏകദേശം രണ്ടാം പകുതിക്ക് ശേഷമാണ് സുരാജ്, അല്ലെങ്കിൽ രണ്ടാം പകുതിയോടാണ് സുരാജ് സ്ക്രീനിലേക്ക് വരുന്നത്. പക്ഷെ വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാവ് മുഴുവൻ ഫില്ലപ്പ് ചെയ്തിരിക്കുന്ന ആക്ഷനും കോമഡിയും വെച്ചാണ്. ഒരു സിനിമ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ചേരുവയും തന്നെ ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിമനോഹരമായ ഇന്റർവ്യൂ വരെ കണ്ടിരിക്കാൻ സാധിക്കും. ഒരു ആദ്യ പകുതിക്ക് ശേഷം കഥ കുറച്ചുകൂടെ സോഫ്റ്റ് ആവുന്നുണ്ട്. അവിടെയാണ് ഈ പോലീസിന്റെ കാര്യങ്ങളും മറ്റുമൊക്കെ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന രണ്ടാം ഭാഗത്തിലാണ്. ഒറ്റവാക്കി പറയുകയാണെങ്കിൽ കേരള പോലീസിനോട് ഏറ്റവും വലിയൊരു സല്യൂട്ടാണ് ഈ ചിത്രം. ഐബ്രിഷൻ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഹീറോ ബിജു. ആ പേര് വെറുതെ ആയില്ല എന്നാണ് ചിത്രം സൂചിപ്പിക്കുന്നത്. അപ്പൊ ചിത്രം കാണാത്ത എല്ലാവർക്കുമായിട്ട് പറയുകയാണ്, എല്ലാവരും പോയി കാണുക. ചിത്രം മോശപ്പെട്ടതൊന്നുമല്ല. പ്രേമത്തിന് ശേഷം വന്ന ചിത്രം ഒരുപക്ഷെ പ്രേമത്തെക്കാളും ഒരു കലാമൂല്യം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ പറയാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. ഇവർക്കൊക്കെ വേറെ പണിയുള്ളതാ. നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയാൽ നമ്മള് പറയുന്ന ഒരു പ്രധാന കാര്യമാണ് കാശ് പോയി ചിത്രം ക്ലീശയാണെന്നൊക്കെ. എന്നാൽ അത്തരക്കാരോടായിട്ട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ പൊക്കോളൂ തിയേറ്ററിലേക്ക്, ധൈര്യപൂർവ്വം പൊക്കോളൂ. ഈ ചിത്രം 2.5 മണിക്കൂർ ഫുള്ളുള്ള ചിത്രം നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ലെന്ന പൂർണ്ണ ബോധ്യമുണ്ട് ഞങ്ങൾക്ക്. മാത്രമല്ല ആരാധകർക്കായി പറയുകയാണ്, പോയി മക്കളെ അടിച്ചു പൊളിക്ക്, തകർക്ക്. വരുന്നാണെങ്കിൽ ചിത്രത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മറ്റു വീഡിയോസിൽ പങ്കുവെക്കാം. അപ്പൊ ഞങ്ങളുടെ ഈ അവതരണമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? അത് ഞങ്ങളിങ്ങനെ നാട്ടിലൊക്കെ ഉള്ള പോലെയൊക്കെ വീട്ടിലൊക്കെ ഉള്ള പോലെയൊക്കെയാണ് നിങ്ങളോടൊക്കെ പറയുന്നത്. നമ്മളൊക്കെ മലയാളത്തിലെ ബൈ ഇംഗ്ലീഷൊക്കെ പറഞ്ഞു വേണം നിങ്ങളെ ബോധിപ്പിക്കാം. പടം നന്നായ നമ്മളിവിടെ വരും, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വലിച്ചു വായി പറയും. അത് സത്യമായിരിക്കും പറയുന്നതൊക്കെ തന്നെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ ഇംഗ്ലീഷ് ഒന്നും പറയാറൊന്നുമില്ല, മലയാളമൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം ഇവനേക്കാളും. എന്നാലും ഞാനങ്ങനെ പറയാറൊന്നുമില്ല, എനിക്കിങ്ങനെ അഹങ്കാരമൊന്നുമില്ല.
അപ്പൊ നാളെ ഒരുപാട് സിനിമകളൊക്കെ റിലീസ് ആവുന്നുണ്ട്. മഹേഷിന്റെ പ്രതികാരമൊക്കെ നാളെ റിലീസ് ആവുന്നു. ചിത്രം പോയി കാണുക.